ഇന്ന് സീറോ കാർഡിയോ ഡേ ആയിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്ന് അങ്ങനെ ആവാമെന്ന് കരുതി. ഇന്ന് ഷോൾഡർ ആൻഡ് ആപ്സ് മസിൽസിനായിരുന്നു വർക്കൗട്ട്. ഇങ്ങനെ വീഡിയോസ് ഇടുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ട്രെയിനർ ബഡീസ് വീഡിയോ കാണുമ്പോൾ ഓൺലൈനായിട്ട് കുറച്ച് ടിപ്സ് കിട്ടും, അതും ഫ്രീ ആയിട്ട്. അങ്ങനെ കിട്ടുന്ന ടിപ്സ് ഞാൻ പ്രയോജനപ്പെടുത്താറുമുണ്ട്. വാമപ്പ് ഡ്യൂറേഷൻ കുറച്ച് ചെയ്ത് വെയിറ്റ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞു തന്നതും അങ്ങനെ ഒരു ട്രെയിനർ ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ ഓരോ ഡേയും ചെയ്യുന്ന മസിൽ ഗ്രൂപ്പ് അനുസരിച്ച് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള വാമപ്പാണ് ചെയ്യുന്നത്. ഇന്ന് ഷോൾഡർ ആയതുകൊണ്ട് ഷോൾഡർ മസിൽസിന് വേണ്ട വാമപ്പ് ചെയ്ത് പരിപാടി തുടങ്ങി. ലാസ്റ്റ് വീക്കിൽ ചെയ്ത വർക്കൗട്ട്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്നത്തെ വർക്കൗട്ട്സ് എല്ലാം. ആദ്യം വാമപ്പായി സ്മോൾ വെയ്റ്റ്സിൽ ലാറ്ററൈസ് ചെയ്തു. പിന്നെ ചെയ്തത് ബാർബിൾ പ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്വേർഡ് റോ ചെയ്തു. അടുത്തത് ഡംബൽ ഷോൾഡർ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് ചെയ്തത് കേബിൾ ഫ്രണ്ട് റൈസ് ആയിരുന്നു. പിന്നെ ഫേസ് പുൾസ് ചെയ്തു. പിന്നെ റിയൽ ഡെൽറ്റ് റൈസസും ചെയ്തു. അവസാനം ഡംബൽ ഷ്രഗ് ചെയ്തിട്ട് ഷോൾഡർ വർക്കൗട്ട് അവസാനിപ്പിച്ചു. ഇനിയാണ് ആപ്സ്. ആപ്സ് വർക്കൗട്ട് ചെയ്ത് വയറ് കുറയ്ക്കുക എന്നതിനേക്കാളും കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടോട്ടൽ ബോഡി ഫാറ്റ് കുറയുമ്പോൾ ആപ്സിലെ ഫാറ്റും കുറയും, അല്ലാതെ വയറിന് മാത്രം വർക്കൗട്ട് ചെയ്ത് ആപ്സ് കുറയ്ക്കുക എന്നത് ഞാനും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കോർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആപ്സ് വർക്കൗട്ടിൽ ഇന്ന് ആദ്യം ചെയ്തത് ഡിക്ലൈൻ ക്രഞ്ചസ് ആണ്. അത് കഴിഞ്ഞ് ലെഗ് റൈസ് ചെയ്തു. അവസാനം ബൈസിക്കിൾ ക്രഞ്ചസ് കൂടി ചെയ്ത് ആപ്സ് വർക്കൗട്ട് അവസാനിപ്പിച്ചു. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ഫോർ ആംസിനും ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് ഇന്നത്തെ വർക്കൗട്ട് അവസാനിപ്പിച്ചു.